അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് രോഗിയായി. നിബിതങ്ങൾക്ക് രോഗം പിടിപെട്ടു. അല്ലാഹുവിന്റെ പ്രവാചകനതാ അവസാനം ആയിഷ ബീബിയുടെ വീടിനകത്ത് കിടക്കുകയാണ്. രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് ചോദിച്ചു, അലിയേ, ഞാൻ എന്റെ ഉപ്പാന്റെ ചാരത്ത് പൊക്കോട്ടെ, എന്റെ വാപ്പാനെ ഞാൻ പോയിട്ട് നോക്കട്ടെ? അലിയാർ തങ്ങൾ അനുവാദം കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാ. രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പയെ കാണാൻ പോകാൻ ഫാത്തിമ ഭർത്താവിനോട് അനുവാദം ചോദിക്കുകയാണ്. പെങ്ങളെ, പഠിക്കണം പെങ്ങളെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി കറങ്ങുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ചോദിക്കാതെ പുറത്തു പോകുന്നവരുണ്ടല്ലോ. നീ തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കും പെണ്ണേ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകരുത്. അത് ഗൾഫിലുള്ളവരാകട്ടെ ആരുമാകട്ടെ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ അനുവാദമില്ലാതെ പുറത്തു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ ചോദിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു ചെന്നോ. എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്ന നിബിതങ്ങള് കിടക്കുകയാണ്. കാരണം രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. എഴുന്നേക്കാൻ പറ്റുന്നില്ല. നിബിതങ്ങൾ അടുത്ത് വിളിച്ചു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കിടപ്പ് കണ്ടിട്ട് ഫാത്തിമ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ, വാപ്പാടെ മരണമെടുത്തു മോളെ, വാപ്പാടെ മരണമെടുത്തു മോളെ, ഉപ്പാന്റെ മരണമെടുത്തിരിക്കുന്നു. അടയാളങ്ങൾ കണ്ടു. വാപ്പയുടെ മരണമെടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് കരയുന്ന മകളെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, കരയണ്ട മോളെ, സങ്കടപ്പെടണ്ട മോളെ, എന്റെ തൊട്ടുപുറകിൽ അടുത്തത് നീയാണ് ഫാത്തിമ. നിബിതങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ, ഫാത്തിമ ചിരിക്കുകയാ. മരണം